ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ NG Media Vlogs. അപ്പോൾ ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് കടലോര കാഴ്ചകളുടെ പാർട്ട് 3 ആയിട്ടാണ്. പാർട്ട് 1 ആൻഡ് 2 ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ചാവക്കാട് ബീച്ചിലാണ്. ചാവക്കാട് ബീച്ച് എന്ന് പറയുമ്പോൾ നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ പ്രധാന ബീച്ചുകളിൽ ഒന്നാണ് ഈ ബീച്ച്. ഞങ്ങൾ ആദ്യം അവിടെ പോയിട്ട് കണ്ടത് വഞ്ചികൾ കരയ്ക്ക് കയറുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഭയങ്കര രസകരമായൊരു കാഴ്ചയായിരുന്നു അത്. കുറേ ആളുകൾ അതിന്മേലെ കൊളത്താനും പിന്നീട് അതിനെ കരയ്ക്കടുപ്പിക്കാനുമായിട്ട് കുറേ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്നായിരുന്നു അവർ ആ നീക്കം നടത്തിയത്. കാരണം അടുത്ത് തിര വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വഞ്ചിയെ വലിച്ചു കൊണ്ടുപോകാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് കൂടുതൽ ടൂറിസ്റ്റേഴ്സൊക്കെ ഇവിടേക്കാണ് വരുന്നത്. പിന്നെ ഇവിടെ കുറേ ബോട്ടുകൾ ഇങ്ങനെ നിരന്ന് കിടക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ മഴക്കാലം സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഇതിലൊന്നും മീൻ കിട്ടാറില്ല. ഇപ്പോൾ ഇവിടെ കാക്കകൾ നായകൾ എന്നിവ മാത്രമേ ഉള്ളൂ. നല്ല തെരിയുള്ള ദിവസമായിരുന്നു. ഇപ്പം അത് കണ്ടില്ലേ, പകുതി ബീച്ചിലെ അരികവശങ്ങളിലെ മണ്ണ് കടലിലേക്ക് ഒലിച്ചു പോയതാണ്. ഞങ്ങളിതെല്ലാം മേക്കരയിൽ നിന്നാണ് കണ്ടത്. പെട്ടെന്നാണ് ഒരു വലിയ തിര വന്നതും ഓരോ ആൾക്കാരുടെ ട്രാവൽ കൊണ്ടുപോകുന്നതും ഒക്കെ. കണ്ടില്ലേ, ഒരു കുഞ്ഞു കുട്ടി, അങ്ങനെ കുറേ കുട്ടികൾ അവിടെ ഉണ്ടായിരുന്നു. നേരെ സന്ധ്യ ആവാറായി കേട്ടോ. കുറേ ആളുകൾ, കുറേ കച്ചവടക്കാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ തിര എപ്പോഴും നിന്നിട്ടില്ലേ, ഇങ്ങനെ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സൺസെറ്റ് കാണാനാണ് മിക്ക ടൂറിസ്റ്റുകളൊക്കെ ഇവിടെ എത്താറ്. ഇതൊരു ഭംഗിയാലേ. ചിലരൊക്കെ അതൊന്നും കാര്യമാക്കാതെ കടലിലിറങ്ങി കളിക്കുന്നവരുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോഴും ജനക്കൂട്ടത്തിന് ഒരു കുറവുമില്ല കേട്ടോ. അപകടം മനസ്സിലാക്കാതെ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ചിലവരൊക്കെ ആ അരികിൽ തന്നെ ഇരുന്ന് സൂര്യാസ്തമയം ആസ്വദിച്ചു വരുന്നുണ്ടായിരുന്നു കേട്ടോ. ഇനി വഞ്ചികൾ കരയ്ക്ക് അടുപ്പിക്കാനായിട്ടില്ല കേട്ടോ. കുറേ ബോട്ടുകൾ ഇനി ആ ദൂരെ കിടക്കുന്നുണ്ട്. ചില ബോട്ടുകൾ കരയ്ക്ക് കയറിയതാണ്. ഇവരൊക്കെ രാവിലെ ഇറങ്ങിയതാണ്. ഈ കൂട്ടിക്കിടക്കുന്ന വല കണ്ടോ, ഇത് മീൻപിടുത്തം കഴിഞ്ഞതിന് ശേഷം അവർ ഉണക്കായിട്ടതാണ്. മഴ കാരണം അത് ഉണങ്ങാൻ പറ്റും. പിന്നെ വെക്കേഷന് ബീച്ച് ഫെസ്റ്റിവൽ പോലെ കുറേ റൈഡ്സ് അവിടെ ഉണ്ടായിരുന്നു. ഇതാണ് ഡ്രാഗൺ ഫ്ലൈ. ഇതിന് 50 രൂപയാണ്. പക്ഷെ ഇതിന് ഞങ്ങൾക്ക് അത്ര കാര്യമായി തോന്നി. പക്ഷെ അതിൽ കയറുന്നതായിട്ട് ആ സന്തോഷം കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അമ്മയോട് മലപ്പെടുത്തി ഒരെണ്ണത്തിലെങ്കിലും കയറാൻ പറ്റും. അത് കാണുന്ന ജൈൻറ്റ് വീലിലാണ് ഞാൻ കയറാൻ പോവുക. പക്ഷെ ഇതിലെനിക്ക് കയറണമെന്ന് ഉണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ ആട്ടം കണ്ടപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ജൈൻറ്റ് വീലിൽ തന്നെ കയറായിരുന്നു. നല്ല രസമുള്ള കാഴ്ചയായിരുന്നു കേട്ടോ. ഞങ്ങൾ കയറാൻ നിൽക്കണു. ഞാനൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റഡ് ആയിരുന്നു.
പക്ഷെ പുറത്തുനിന്ന് കാണുന്ന പോലെ എല്ലാട്ട ഉള്ളില് നമ്മൾ വിചാരിക്കുന്നത് ഭയങ്കര സിമ്പിളായിരിക്കുന്നു. ഞങ്ങള് കേറിയിരിക്കണ കണ്ട, ഞങ്ങളൊക്കെ ഭയങ്കര വീരവാദം അടിച്ചിട്ട് പോയതാ. അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോഴല്ലേ മനസ്സിലായത് ആ വീരവാദത്തിനൊന്നും യാതൊരു കാര്യമില്ലായിരുന്നു എന്ന്. തുടക്കത്തിലൊക്കെ ഞാൻ പേടിക്കില്ല എന്ന് പറഞ്ഞിരുന്നതാ. പക്ഷെ അതങ്ങോട്ട് കറങ്ങി കുറഞ്ഞപ്പോൾ എനിക്ക് അത്ര പേടിയുണ്ടായിരുന്നില്ല. പിന്നെ അത് സ്പീഡിൽ അങ്ങോട്ട് കറങ്ങി, എന്തൊരു ഫോഴ്സിലാ അത് കറങ്ങണേ. പിന്നെ താഴത്തേക്ക് വരുമ്പോൾ ഓട്ടോ. അവിടെ കുറെ കുട്ടികൾക്ക് കളിക്കാനുള്ള റൈഡ്സ് ഉണ്ടായിരുന്നു. പക്ഷെ അതിലൊന്നും ഞങ്ങൾ നിന്നില്ല. ഇതുകൊണ്ട് എല്ലാം മതിയായി. ഞങ്ങൾ ഇതെല്ലാം മേളിൽ നിന്ന് ആസ്വദിച്ചു. പപ്പ താഴെ ഇതൊക്കെ വീഡിയോ എടുക്കണായിരുന്നു. ഞങ്ങൾക്ക് അതിൻ്റെ മുകളിൽ എത്തിയപ്പോഴാണ് ശരിക്കും അതിൻ്റെ ഉയരം മനസ്സിലായത്. അതിൻ്റെ ഇടയിൽ ഒരു നായ്ക്കുട്ടൻ അവിടെ കിടന്ന് ഉറങ്ങണ്ടായിരുന്നു. പിന്നെ ഇതൊരു ചേട്ടൻ ഭയങ്കര റിസ്ക് പിടിച്ച പരിപാടിയാണെങ്കിൽ പോലും ഭയങ്കര കൂളായിട്ട് പാട്ടൊക്കെ കേട്ടിട്ടാണ് അത് ചെയ്യണത്. എന്തൊരു ആസ്വദികരമായി. ജോലി റിസ്ക് ആണെങ്കിലും ആ ചേട്ടൻ ആസ്വദികരമായി ചെയ്യുന്നുണ്ട് അതൊക്കെ. ഇനിയും കുറെ ആൾക്കാരൊക്കെ അതിൻ്റെ ഉള്ളിൽ കയറുന്നുണ്ട് കേട്ടാ. ബൈക്ക് റൈഡിംഗ് ഒക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ ഇടയിലാണ് ഒരു കുതിരയാണുള്ളത്. ആ കുതിര എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കുറെ കൗതുകം തോന്നിയായിരുന്നു. കുറെ കുട്ടികളൊക്കെ ഇതിന്റെ മേളിൽ യാത്ര ചെയ്തായിരുന്നു. ഞങ്ങൾ കുതിരപ്പുറത്തൊക്കെ കയറി. പിന്നെ ആ ചേട്ടൻ കുതിരേനെ മെല്ലെ ഓടിക്കാൻ തുടങ്ങി. ഞങ്ങളിങ്ങനെ കുണിങ്ങിയായിരുന്നു യാത്ര ചെയ്തിട്ടായിരുന്നു. എന്നാൽ അത് നല്ലൊരു രസകരമായ അനുഭവമായിരുന്നു. ഇപ്പോഴും ചാവക്കാട് ബീച്ചിലെ ആൾക്കാരുടെ കുറവൊന്നുമില്ല കേട്ടാ. ഇപ്പോഴും നല്ല ആൾക്കാരുണ്ട്. എന്റെ മുന്നിലിരിക്കുന്ന ആള് കണ്ട, അവൻ കാരണമാണ് അവിടെ നിന്നപ്പോ സമയം പോയത് അറിഞ്ഞില്ല. അപ്പൊ നേരെ സന്ധ്യ പറയുമ്പോ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്ര ഉള്ളോട്ടാ. പിന്നെ ഇവിടെ അടുത്തൊരു കടലോര കാഴ്ചയായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ക്യാമറ ഞാൻ പപ്പയോടൊപ്പം പിന്നെ അമ്മയും പിന്നെ എന്റെ സ്വന്തം അപ്പൂസിനോട്